നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. UDF മന്ത്രിസഭയിലെ മന്ത്രിമാരെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. മന്ത്രിസഭയിൽ 2 വനിതകൾ, 14 പേർ പുതുമുഖങ്ങൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. ജില്ലയ്ക്ക് അഭിമാനമായി OJ ജനീഷിന്റെയും KA തുളസിയുടെയും മന്ത്രിസ്ഥാനം. OJ ജനീഷിന്റെ മന്ത്രിസ്ഥാനം യുവ നേതാക്കൾക്ക് കോൺഗ്രസ് നൽകുന്ന അംഗീകാരമായി മാറി. ജില്ലയിൽ വാഹനാപകടങ്ങളിൽ 3 മരണം. ദേശീയപാത പട്ടിക്കാട് ചുവന്നമണ്ണിൽ കാർ നിയന്ത്രണം വിട്ട് അക്വാഡക്റ്റിന്റെ തൂണിലടിച്ച് 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. വാടാനപ്പള്ളി പൊക്കുളങ്ങര ദേശീയപാതയിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. ദേശീയപാത ചാലക്കുടി പുഴമ്പാലത്തിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. 4ാമത്തെ സ്ലാബ് ഉയർത്തി ബാരിങ്ങുകൾ മാറ്റിത്തുടങ്ങി. 9 ദിവസത്തിനകം പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്ന് കരാർ കമ്പനി അധികൃതർ. വിശദാംശങ്ങളിലേക്ക്. UDF മന്ത്രിസഭയിലെ മന്ത്രിമാരെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് വി ഡി സതീശൻ മന്ത്രിമാരുടെ പട്ടിക കൈമാറി. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, റോജി M ജോൺ, ബിന്ദു കൃഷ്ണ, M ലിജു, T സിദ്ദിഖ്, KA തുളസി, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാനാണ് ഡെപ്യൂട്ടി സ്പീക്കർ. മുസ്ലിം ലീഗിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മന്ത്രിമാരാകുന്നത്. 2.5 വർഷത്തെ കാലാവധി പൂർത്തിയാകുമ്പോൾ പാറയ്ക്കൽ അബ്ദുള്ള മന്ത്രിസഭയിലേക്ക് വരുമെന്നും ആ സമയത്ത് നിലവിലുള്ള മന്ത്രിമാരിൽ ആരാണ് മാറേണ്ടതെന്ന് അപ്പോൾ തീരുമാനിക്കുമെന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കി. ഇത്തവണ പാർട്ടിക്ക് കൂടുതൽ വകുപ്പുകൾ ഉണ്ടാകുമെന്നും നേതാക്കൾ വിശദീകരിച്ചു. ഘടകകക്ഷി നേതാക്കളായ മോൻസ് ജോസഫ്, CP ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. TCV ന്യൂസ്, തൃശൂർ. കന്യാംഗത്തിൽ തന്നെ MLA ആയ OJ ജനീഷിനെ തേടി മന്ത്രിസ്ഥാനം എത്തുമ്പോൾ തൃശൂർ ജില്ലയ്ക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നതിനോടൊപ്പം യുവ നേതാക്കൾക്ക് കോൺഗ്രസ് നൽകുന്ന അംഗീകാരം കൂടിയായി മാറുകയാണ്. പോരാട്ടങ്ങളുടെ പാതകൾ ഏറെ താണ്ടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ OJ ജനീഷ് അഭിമാന പദവിയിലേക്ക് എത്തുന്നത്. കൊടുങ്ങല്ലൂരിൽ കന്നിയംഗത്തിൽ സിറ്റിംഗ് MLA VR സുനിൽകുമാറിനെ 8000-ഓളം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് OJ ജനീഷ് ജയിച്ചു കയറിയത്. ഈ വിജയത്തിലേക്ക് നടന്നെടുക്കാൻ കനൽ വഴികളേറെ കടന്നു. മാള കാക്കുള്ളിശ്ശേരിയിൽ ജനിച്ച ജനീഷ് പെരുമ്പാവൂർ പോളിടെക്നിക്കിൽ പഠിക്കുമ്പോഴാണ് KSU രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നത്. പോളിടെക്നിക് പഠനകാലത്ത് അച്ഛൻ മരിച്ചു. അമ്മ പുഷ്പയുടെ തൊഴിലുറപ്പ് ജോലിയായിരുന്നു കുടുംബത്തിന്റെ വരുമാന മാർഗം. പാർട്ട് ടൈം ജോലി ചെയ്താണ് ജനീഷ് പഠനത്തിനായി പണം കണ്ടെത്തിയത്. സെയിൽസ്മാൻ മുതൽ സെക്യൂരിറ്റി ജോലി വരെ ചെയ്തു. ഇതിനിടയിൽ തൃശൂർ ലോ കോളേജിൽ നിന്ന് നിയമപഠനവും പൂർത്തിയാക്കി. KSU നിയോജകമണ്ഡലം പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ് പദവികൾ വഹിച്ചു. നിരവധി വിദ്യാർത്ഥി സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു. യുവജന രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നുവന്ന ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റും പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായി. സമരമുഖങ്ങളിൽ പതറാതെ നയിച്ച ഈ യുവജന നേതാവിന് ലാത്തിച്ചാർജിൽ നിരവധി തവണ പരിക്കേറ്റു. ഒട്ടേറെ തവണ ജയിൽവാസവും അനുഷ്ഠിച്ചു. ഒടുവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയും ജനീഷിനെ തേടിയെത്തി. VM സുധീറിന് ശേഷം തൃശൂർ ജില്ലയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ ആളാണ് ജനീഷ്. ഇങ്ങനെ പോരാട്ട പാതകൾ താണ്ടി OJ ജനീഷ് കടന്നു വരുമ്പോൾ അർഹതയ്ക്കുള്ള അംഗീകാരമായി കൂടി ആ മന്ത്രി പദവി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, TCV. OJ ജനീഷിന്റെ മന്ത്രിസ്ഥാനത്തിൽ സന്തോഷം പങ്കുവച്ച് മാതാവ് പുഷ്പ. വീട്ടിലെ കാര്യങ്ങളെക്കാൾ പൊതു വിഷയങ്ങളിലാണ് ഇടപെട്ടിരുന്നതെന്ന് അമ്മ പുഷ്പ പറഞ്ഞു. എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ശീലമാണുള്ളത് ജനീഷിനുള്ളതെന്നും കഷ്ടപ്പാടിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് മന്ത്രിസ്ഥാനമെന്നും പുഷ്പ പറഞ്ഞു. മന്ത്രിയാകുന്നുള്ള പ്രതീക്ഷ ഉണ്ടായില്ല. MLA സ്ഥാനം കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഒടുവിലാണ് ഇങ്ങനെ ഒരു MLA സ്ഥാനം കിട്ടിയത്. തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ തല്ലുകൊണ്ടിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, ഒരുപാട് ഞാനും വിഷമിച്ചിട്ടുണ്ട്. ഇവരിങ്ങനെ വരാണ്ടും തല്ലുകൊണ്ട് ആശുപത്രികളിലൊക്കെ കിടക്കുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇപ്പം ഭയങ്കര സന്തോഷം. തൃശൂർ ജില്ലയ്ക്ക് അഭിമാനമായി KA തുളസിയും. കോങ്ങാട് MLA ആയ KA തുളസി തൃശൂർ കൊണ്ടാഴി സ്വദേശിനിയാണ്. 2000-2005 കാലഘട്ടത്തിൽ ചേലക്കര ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. 2012 മുതൽ 2017 വരെ വനിതാ കമ്മീഷൻ അംഗമായിരുന്നു. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി പഠനം. ഡിഗ്രി പഠനം മമ്മിയൂർ LF കോളേജിലും PG പഠനം പാലക്കാട് വിക്ടോറിയ കോളേജിലുമായി പൂർത്തിയാക്കി. നിലവിൽ നെന്മാറ NSS കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയാണ്.
ദേശീയപാത പട്ടിക്കാട് ചുവന്നമണ്ണ് കാർ നിയന്ത്രണം വിട്ട് അക്വാഡക്റ്റിന്റെ തൂണിലിടിച്ച് 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. പെരിഞ്ഞനം സ്വദേശിനി നടക്കൽ വീട്ടിൽ രാജലക്ഷ്മി, ചുവൂർ സ്വദേശിനി ചിറയത്ത് വീട്ടിൽ വാസു ഭാര്യ വിലാസിനി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ഷീജ, ശ്രീഹരി, ബാബു എന്നിവരെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ വിലാസിനിയുടെ മകൾ ഷീജയുടെ നില അതീവ ഗുരുതരമാണ്. പാലക്കാട് ബന്ധുവീട്ടിൽ പോയി വരുന്നതിനിടെ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കായിരുന്നു അപകടം. വാടാനപ്പള്ളി പൊക്കുളങ്ങര ദേശീയപാതയിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഏങ്ങണ്ടിയൂർ സ്വദേശി ഊണുങ്ങൽ സുരേഷിന്റെ മകൻ 27 വയസ്സുള്ള അരുണാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന വാടാനപ്പള്ളി പാപ്പുണ്ണി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മണ്ണാമ്പുറത്ത് ഭവിൻ ബാബു, വാടാനപ്പള്ളി ബീച്ച് റോഡിൽ താമസിക്കുന്ന കാര്യാട്ട് രാജന്റെ മകൻ ശ്രീരാഗ്, ഇടശ്ശേരി പുളിയംതുരുത്ത് സ്വദേശി വാക്കാട്ട് ആശ്രിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ഒളരി മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ദേശീയപാതയിലെ പുഴമ്പാലത്തിൽ 4ാമത്തെ സ്ലാബ് ഉയർത്തി ബാരങ്ങുകൾ മാറ്റി തുടങ്ങി. 20ഓളം ബാരങ്ങുകൾ ഇതിനകം മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞു. അവശേഷിക്കുന്ന 3 സ്ലാബുകളിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി 9 ദിവസത്തിനകം പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്ന് GIPL ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ മെയ് 9-ാം തീയതിയായിരുന്നു 6.5 പതിറ്റാണ്ട് പഴക്കമുള്ള ദേശീയപാതയിലെ പഴയ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയത്. സ്ലാബുകൾ ഉയർത്തുന്ന വേളകളിൽ ഒഴിച്ച് മറ്റെല്ലാ സമയത്തും ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഞായറാഴ്ച മണിക്കൂറുകളോളം ഒറ്റവരിയായാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. പ്രവൃത്തികൾ ഇല്ലാത്ത രാത്രിയിലും ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ വിടുന്നുണ്ട്. ശനിയാഴ്ച മണിക്കൂറുകളോളം എറണാകുളം തൃശൂർ ദിശയിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലക്കുടി പാലത്തിൽ 1999 കാലഘട്ടത്തിലും ഇത്തരത്തിൽ ബാരിങ്ങുകൾ മാറ്റേണ്ടി വന്നു. എന്നാൽ അക്കാലത്ത് തൃശൂർ, എറണാകുളം ജില്ലകൾ നിശ്ചലമായ വാഹനക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. ദേശീയപാത 4 വരിയല്ലാതിരുന്നതും ഗ്രാമ റോഡുകളിലൂടെ വികസനമില്ലാതിരുന്നതും അന്ന് നാട്ടുകാരെ വലിയ ദുരിതത്തിലാക്കിയിരുന്നു. ഇടവേള. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. French Dairy Pistachio Kunafa Bar. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. മുക്കുമണ്ഡം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച 3 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നുകുളം അഞ്ഞൂർ സ്വദേശികളായ മുട്ടിൽ വീട്ടിൽ ജിതിൻ രവീന്ദ്രൻ, മങ്കട വീട്ടിൽ രാഹുൽ, കോരങ്ങാട്ട് മൃദുൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് പഞ്ചാരമുക്ക് തച്ചപ്പള്ളി നിധി ലിമിറ്റഡിൽ പ്രതികളെത്തി 1.25 പവൻ തൂക്കമുള്ള വള പണയം വെച്ച് 1 ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു. 916 ഹോൾമാർക്ക് സീലോടുകൂടിയ സ്വർണ്ണമാണെന്ന് പറഞ്ഞാണ് ഇവർ സ്ഥാപനത്തിലെത്തിയത്. സംശയം തോന്നിയ സ്ഥാപന ഉടമ മനോജ് തച്ചപ്പള്ളി സ്വർണം പരിശോധിച്ചപ്പോൾ അതിൽ അപാകത കണ്ടെത്തി. യുവാക്കളെ സ്ഥാപനത്തിനുള്ളിൽ തടഞ്ഞുവെച്ച് അകത്തുനിന്ന് വാതിൽ പൂട്ടി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു.
തിരുവില്ലാമല പറക്കൂട്ടുകാവിൽ മോഷണം 4 സ്റ്റീൽ റോഡുകൾ മോഷണം പോയി. താമ്പൂല പ്രശ്നത്തിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് വാഹനങ്ങൾ കയറരുതെന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് സ്ഥാപിച്ച റോഡുകളാണ് ശനിയാഴ്ച രാത്രി മോഷണം പോയത്. ഉപദേശക സമിതി ദേവസ്വം ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ തട്ടുകടയിൽ തീപിടുത്തം. വടക്കേനടയിൽ വില്ലേജ് ഓഫീസ് പരിസരത്തുള്ള പ്രിയം ഫാസ്റ്റ് ഫുഡിലാണ് തീപിടുത്തമുണ്ടായത്. പാചകത്തിന് ഉപയോഗിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് തീ പടർന്നത്. ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. തീപിടുത്തത്തിൽ തട്ടുകടയിലെ സാമഗ്രികൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നാട്ടികയിൽ ഉറക്കത്തിനിടയിൽ വിദ്യാർത്ഥിനിക്ക് പാമ്പുകടിയേറ്റു. നാട്ടിക സ്വദേശിനി വടയേരി വീട്ടിൽ വൈശാഖ് മകൾ 15 വയസ്സുള്ള വൈകാലക്ഷ്മിക്കാണ് പാമ്പുകടിയേറ്റത്. കുട്ടിയെ ആക്സ് പ്രവർത്തകർ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിലകം പടിഞ്ഞാറെ വെമ്പലൂരിൽ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടിച്ച കേസിൽ പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. എടവിലങ്ങ് സ്വദേശി കുരുടൻപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് റിസ്വാനാണ് പിടിയിലായത്. ആൽമാവ് ബീച്ച് സ്വദേശി കാട്ടിൽ വീട്ടിൽ സജീവന്റെ ബൈക്കാണ് പ്രതി മോഷ്ടിച്ചത്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇളവള്ളി പഞ്ചായത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇളവള്ളി മമ്മായി സെന്ററിൽ നടന്ന യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചിത്ര രതീഷ് അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, കുടുംബശ്രീ ചെയർപേഴ്സൺ MG പ്രശാന്തി, ഹെൽത്ത് ഇൻസ്പെക്ടർ ഹാരിസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ES ശ്രീകാന്ത്, അജ്മൽ K ജബ്ബാർ, ജിഹാസ് എന്നിവർ സംസാരിച്ചു. തനിച്ച് താമസിക്കുന്ന വയോധികയെ വീട്ടിലെ വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം മേലെ തലശ്ശേരിയിൽ താമസിക്കുന്ന പുത്തൻപീടികയിൽ പരേതനായ മുഹമ്മദ് ഭാര്യ 71 വയസ്സുള്ള ആയിഷയാണ് മരിച്ചത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പോർഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജില്ലാ കുടുംബസംഗമം അരിമ്പൂരിൽ നടന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി TI സുരേഷ് വെങ്കടങ്ങ് അധ്യക്ഷത വഹിച്ചു. സൗജന്യ നേത്രപരിശോധന ക്യാമ്പും തിരിച്ചറിയൽ കാർഡ് വിതരണവും നടന്നു. പോർഫ ജില്ലാ പ്രസിഡന്റ് ഷിദ്ധു ഏങ്ങണ്ടിയൂർ, സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ ബഷീർ കാപ്പാട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാലിദ് കുളവയൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സലിജ സന്തോഷ്, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ, വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. ചവക്കാട് താലൂക്ക് റവന്യൂ ചങ്ങാതിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പും അനുമോദനവും സംഘടിപ്പിച്ചു. ചവക്കാട് താലൂക്കിൽ നിന്ന് സ്ഥാനക്കയറ്റം ലഭിച്ച് സ്ഥലം മാറിപ്പോകുന്ന ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ശ്രീന P ശ്രീധർ, VK റോസി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. നിയുക്ത MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. കവിയും പ്രഭാഷകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി ചടങ്ങിൽ അനുമോദന പ്രഭാഷണം നടത്തി. മലപ്പുറം ADM CS രാജേഷ്, പുന്നിയൂർ വില്ലേജ് ഓഫീസർ EK രഘുനാഥ്, ചവക്കാട് ഡെപ്യൂട്ടി തഹസിൽദാർ PV ഫൈസൽ, CV സജൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ ബലിപ്പെരുന്നാൾ ഈ മാസം 28-ാം തീയതി ആഘോഷിക്കും. മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ബലിപ്പെരുന്നാൾ 28-ന് ആഘോഷിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു.
ഗോവയിൽ നടന്ന ഒന്നാമത് ലോക മാസ്റ്റേഴ്സ് പവർ ഗെയിംസ് ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ മത്സരങ്ങൾ നിയന്ത്രിച്ച CS സൗമ്യ ഇന്ത്യയിൽ നിന്നും ആദ്യത്തെ വനിതാ റഫറിയായി. ദേശീയ പഞ്ചഗുസ്തി മത്സരം, ഇന്ത്യ പോലീസ് മീറ്റ് എന്നീ മത്സരങ്ങൾ നിയന്ത്രിച്ച് കേരളത്തിൽ നിന്നുമുള്ള ആദ്യത്തെ വനിതാ റഫറി കൂടിയാണ് ചെമ്പൂത്ര ചെമ്പാലിപ്പുറത്ത് സുധാകരൻ ശാന്ത ദമ്പതികളുടെ മകൾ. മുരിങ്ങൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ഹെറോയിനും ആയി ഇതര സംസ്ഥാന തൊഴിലാളി പോലീസ് പിടിയിൽ. അസദുൽ ഇസ്ലാമിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊരട്ടി SHO ഹബീബുള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കുന്നംകുളം നഗരസഭ കൌൺസിലിന്റെ പ്രഥമ പരിഗണനാ വിഷയമായ തുറക്കുളം മാർക്കറ്റ് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനരാരംഭിക്കാൻ കൌൺസിൽ സമിതി തീരുമാനിച്ചു. നിലവിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മാർക്കറ്റ് നിർമ്മാണം നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കെട്ടിടത്തിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നഗരസഭയുടെ പൊതുമരാമത്ത് വിഭാഗം ഇതിനോടകം കൈമാറിയിട്ടുണ്ട്. പുതിയ നിർമ്മാണത്തിനായുള്ള ഭരണാനുമതിയും കിഫ്ബിയിൽ നിന്നുമുള്ള സാമ്പത്തിക അനുമതിയും ലഭ്യമായിട്ടുണ്ട്. 2010 തുറക്കുളം മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഗുരുവായൂർ ചെവ്വലൂർ ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള കണ്ടാണശ്ശേരി പാടശേഖര സമിതിയുടെ പരിധിയിൽ സ്വകാര്യ വ്യക്തി അനധികൃതമായി പാടം നികത്തുന്നതായി പരാതി. രാത്രികാലങ്ങളിൽ ടിപ്പർ ലോറിയിലൂടെ കുന്ന് ഇടിച്ചെടുത്ത ചെമ്മണ്ണ് എത്തിച്ച് പാടശേഖരത്തിൽ നിക്ഷേപിച്ചതായി നാട്ടുകാർ ആരോപിച്ചു. ഏകദേശം 30ഓളം ലോഡ് ചെമ്മണ്ണാണ് ഇവിടെ നിരത്തിയിട്ടുള്ളത്. ഏകദേശം 200 ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖരത്തിൽ 157 കർഷകരാണ് കൃഷി ചെയ്യുന്നത്. ഇത്തരം അനധികൃത പ്രവർത്തനങ്ങൾ പ്രദേശത്തെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെയും കർഷകരുടെ ഉപജീവനത്തെയും ഗുരുതരമായി ബാധിക്കുമെന്ന് പാടശേഖര സമിതി അധികൃതർ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പാടശേഖര സമിതി പ്രസിഡന്റ് TA ഉണ്ണികൃഷ്ണൻ, PR നന്ദകുമാർ, ES സുബ്രഹ്മണ്യൻ, ശശിധരൻ മനയിൽ എന്നിവർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. മണ്ണ് നിക്ഷേപിച്ച് നികത്തിയ പാടശേഖരം പൂർവ്വസ്ഥിതിയിലാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഗുരുവായൂരിൽ 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന രാമഭക്ത സംഗമം സമാപിച്ചു. സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റും മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസും സംയുക്തമായി സംഘടിപ്പിച്ചത് സമാപന സമ്മേളനം മുൻ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി സുധീർ അഗർവാൾ ഉദ്ഘാടനം ചെയ്തു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. VP ഉണ്ണികൃഷ്ണൻ, PV കൃഷ്ണൻ, ഡോക്ടർ TP ശശികുമാർ, VC രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കൾക്കായുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സനീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജു തരകൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അജ്മൽ ചെമ്മണ്ണൂർ, ട്രഷറർ PS ടോണി, നിർവാഹക സമിതി അംഗങ്ങളായ സുധീഷ് മേക്കാട്ടിൽ, ജോസ് മാളിയേക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,385 രൂപ, പവന് 1,15,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. UDF മന്ത്രിസഭയിലെ മന്ത്രിമാരെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചു. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. മന്ത്രിസഭയിൽ 2 വനിതകൾ, 14 പേർ പുതുമുഖങ്ങൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. ജില്ലയ്ക്ക് അഭിമാനമായി OJ ജനീഷിന്റെയും KA തുളസിയുടെയും മന്ത്രിസ്ഥാനം. OJ ജനീഷിന്റെ മന്ത്രിസ്ഥാനം യുവനേതാക്കൾക്ക് കോൺഗ്രസ് നൽകുന്ന അംഗീകാരമായി മാറി.
ജില്ലയിൽ വാഹനാപകടങ്ങളിൽ 3 മരണം. ദേശീയപാത പട്ടിക്കാട് ചുവന്നമണയിൽ കാർ നിയന്ത്രണം വിട്ട് അക്വാഡക്റ്റിന്റെ തൂണിലിടിച്ച് 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. വാടാനപ്പള്ളി പുപ്പളങ്ങര ദേശീയപാതയിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. ദേശീയപാത ചാലക്കുടി പുഴമ്പാലത്തിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. 4ാമത്തെ സ്ലാബ് ഉയർത്തി ബാരങ്ങുകൾ മാറ്റിത്തുടങ്ങി. 9 ദിവസത്തിനകം പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്ന് കരാർ കമ്പനി അധികൃതർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.